ശ്രീ മനോജ് മൂത്തേടൻ, അങ്ങേക്ക് 6 മിനിറ്റ്. സർ, ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാർ സവിശേഷമായ നേതൃത്വപരമായ ഇടപെടലുകൾ കൊണ്ട് സമ്പന്നമാക്കിയ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായിട്ടുള്ള ഈ നിയമസഭയിലേക്ക് കടന്നു വരാൻ അവസരം നൽകിയ പെരുമ്പാവൂരിലെ പ്രിയപ്പെട്ട വോട്ടർമാരോടും എൻ്റെ പ്രസ്ഥാനത്തോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. കേരളത്തിൻ്റെ നിയമസഭയെ പ്രോജ്വലമാക്കിയ മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായർ, ഈ നിയമസഭയിൽ സ്പീക്കറായിരുന്ന പി തങ്കച്ചൻ, മുൻ മന്ത്രിയായിരുന്ന TH മുസ്തഫ, സാംസ്കാരിക പ്രതിഭ കൂടിയായിട്ടുള്ള P ഗോവിന്ദപിള്ള തുടങ്ങിയ മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ കർമ്മഭൂമിയായ പെരുമ്പാവൂരിൽ നിന്ന് ജനപ്രതിനിധിയാകാൻ അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമായി കരുതുകയാണ്. സർ, തകർച്ചയുടെയും ദുരിതത്തിൻ്റെയും പ്രയാസമേറിയ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ കഴിഞ്ഞ 10 വർഷം നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളപ്പെട്ട ഒരു ജനതയെ മോചനത്തിൻ്റെ പുതിയ മന്ത്രവുമായി ഒരു പുതുയുഗത്തിലേക്ക് നയിക്കാൻ തയ്യാറെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ്, ധനകാര്യമന്ത്രി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് കേരളത്തിൻ്റെ ഭാവിയിലേക്കുള്ളൊരു ചുവടുവയ്പായി കാണുന്നു. ഈ ജനകീയ ബഡ്ജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സാർ, ഞാൻ പ്രതിദാനം ചെയ്യുന്ന പെരുമ്പാവൂർ തടി വ്യവസായത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ്. ഏറ്റവും അനന്തമായ സാധ്യതയുള്ള വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്കായി ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച, ഈ ബഡ്ജറ്റിലൂടെ അനുവദിച്ച ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയെ പ്രത്യേകമായി ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. സാർ, കേരളത്തിൻ്റെ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് പൊതുസമൂഹത്തിനാകെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ സാധ്യമാക്കുന്ന ഈ ബഡ്ജറ്റ് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും കർഷകർക്കും തൊഴിലാളികൾക്കും മാത്രമല്ല സമൂഹത്തിനാകമാനം വലിയ പ്രതീക്ഷ നൽകുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും സാമൂഹ്യനീതിയും അവകാശങ്ങളും ഉറപ്പുവരുന്ന മികച്ച പ്രഖ്യാപനങ്ങളോടുകൂടി UDF സർക്കാർ ജനങ്ങളോടുള്ള കടപ്പാടിൻ്റെ പ്രതിഫലനമായി ഈ ബഡ്ജറ്റ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. യാഥാർത്ഥ്യങ്ങളും സ്ഥിതിവിവര കണക്കുകളും മറച്ചുവെച്ച് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് എന്നാൽ ഒന്നും നടപ്പിലാക്കാൻ കഴിയാത്ത ജനദ്രോഹ നിലപാടുകൾ തുടർച്ചയായി സ്വീകരിച്ചവർക്കെതിരായിട്ടുള്ള മുൻ സർക്കാരിനെതിരായിട്ടുള്ള കേരള സമൂഹത്തിൻ്റെ ശക്തമായ വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം കടന്നു വന്നപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രതിപക്ഷം ഇനിയെങ്കിലും നിങ്ങൾക്കുണ്ടായ പരാജയം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ജനകീയ ബഡ്ജറ്റിനെ അംഗീകരിക്കണമെന്നാണ് എനിക്ക് സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. 10 വർഷം മുൻപ് വരെ നമ്മുടെ നാട്ടിലെ വീടില്ലാത്ത ആളുകൾക്ക്, ഭൂമിയില്ലാത്ത ആളുകൾക്ക് നമുക്കറിയാം ഇന്ദിരാ ആവാസ് യോജന എന്ന പദ്ധതിയിലൂടെ വാർഡ് തലങ്ങളിൽ ഗ്രാമസഭാ യോഗങ്ങൾ കൂടി വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഒരു മുൻഗണനാ ക്രമം ഉണ്ടാക്കി അർഹരായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ വീട് നൽകിയിരുന്ന ഇന്ദിരാ ആവാസ് യോജന പദ്ധതിയെ മാറ്റിയിട്ടാണ് കഴിഞ്ഞ ഗവൺമെന്റ് ലൈഫ് പദ്ധതി കൊണ്ടുവന്നത്. നമുക്കറിയാം, ലൈഫ് പദ്ധതിയിൽ ഒരുപാട് ആളുകൾ വീടിന് വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരുന്ന് വീട് നിർമ്മാണം ആരംഭിച്ച് അവസാനം വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട 3ാം ഗഡു പോലും കൊടുക്കാതെ ഈ നാട്ടിലെ പാവപ്പെട്ടവരെ വഞ്ചിച്ച ഒരു പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള ശക്തമായ വിധിയെടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെമ്പാടും മലയടിച്ചു. പാവപ്പെട്ടവരുടെ വീട് നിർമ്മിക്കാൻ കഴിയാത്തവരുടെ, വീട് പൂർത്തീകരിക്കാൻ കഴിയാത്തവരുടെ ഒരു ശാപമായിട്ടാണ് ഇന്ന് പ്രതിപക്ഷം അപ്പുറത്തിരിക്കേണ്ടി വന്നതെന്ന് കേരളീയ സമൂഹം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് 3ാം ഗഡു പോലും അനുവദിക്കാതെ കേരളത്തിലെ ലോക്കൽ ബോഡികളെ കൂച്ചുവിലങ്ങിട്ട് ഞെരുക്കിക്കൊല്ലുന്ന ഒരു ഗവൺമെന്റ് മാറി പ്രത്യാശയുടെ പുതിയ ഗവൺമെന്റാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ബഡ്ജറ്റ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഏറെ സഹായകരമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സാർ, 2025-26 സാമ്പത്തിക വർഷത്തിൽ നമുക്കറിയാം, കേരളത്തിൽ ഓരോ ബഡ്ജറ്റുകൾ പ്രഖ്യാപിക്കുന്ന സമയത്തും അനുവദിക്കുന്ന പദ്ധതികൾക്ക് അല്ലെങ്കിൽ അനുവദിക്കുന്ന ഫണ്ടുകൾ യഥാസമയങ്ങൾ നൽകാതെ പലപ്പോഴും അതിനെല്ലാം പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു സാഹചര്യം വ്യത്യസ്തമായി യാഥാർത്ഥ്യബോധത്തോടു കൂടി വളരെ കൃത്യമായിട്ടുള്ള സാമ്പത്തിക നിലയുടെ അടിസ്ഥാനത്തിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഒരു വിസ്മയകരമായിട്ടുള്ള ജനകീയമായിട്ടുള്ള ബഡ്ജറ്റാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് യാഥാർത്ഥ്യബോധത്തിൽ ഊന്നിയിട്ടുള്ള കേരളത്തിന്റെ വികസനം സാധ്യമാക്കുന്ന ഒരു ബഡ്ജറ്റാണ് എന്ന് കേരളീയ സമൂഹത്തിന് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻതൂക്കം നൽകുന്നതോടൊപ്പം 10 വർഷക്കാലം പിറകോട്ട് പോയ കേരളത്തിന്റെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹ്യ ക്ഷേമ മേഖലകളെ വീണ്ടെടുക്കാൻ കഴിയുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ഈ ബഡ്ജറ്റിലുള്ളത്. അത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം കൂടിയാണ്. സ്വന്തം പെറ്റമ്മയെ പോലും തലക്കടിച്ച് കൊലപ്പെടുത്താൻ മടിയില്ലാത്ത ഒരു തലമുറ ലഹരി എന്ന മാരകമായ വിപത്തിന് അടിമപ്പെട്ട് വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ യുവതലമുറയെ വീണ്ടെടുക്കാനുള്ള ഓപ്പറേഷൻ തൂഫാൻ എന്ന ഏറ്റവും വലിയ ജനകീയ പോരാട്ടം കേരളത്തിൽ ഈ ഗവൺമെന്റ് ആരംഭിച്ച്
കേരളീയ സമൂഹത്തിന്റെ അമ്മമാരുടെ സഹോദരിമാരുടെ എല്ലാം വലിയ പിന്തുണയോടുകൂടി ഈ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ അധികാരം ഏറ്റെടുത്തതിന് തന്നെ പ്രതിവർഷം 750 കോടി രൂപ ബാധ്യത ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് പോലും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം കൃത്യമായി പാലിച്ചുകൊണ്ട് പ്രിയദർശിനി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ പ്രിയദർശിനി സ്ത്രീ സൗജന്യ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റാണ് UDFന്റെ ഗവൺമെന്റ് എന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയുമ്പോൾ ഇന്നലെ വർക്കലയിലെ MLA ഇവിടെ പറയുകയുണ്ടായി, സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയിൽ വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറയുന്നു, എന്റെ നാട്ടിൽ പെരുമ്പാവൂരിൽ നിന്ന് മൂന്നാറിലേക്ക് ഒരുപാട് ബസ്സുകളുണ്ട്. സൗജന്യ യാത്രാ പദ്ധതി സ്കീമിലുള്ള ബസ്സുകളാണ്. ഒരുപാട് ബസ്സുകൾ ആലപ്പുഴയിലേക്കുണ്ട്, അവിടെ ബോട്ടിങ്ങിന് പോകാൻ കഴിയും. ഒരുപാട് ബസ്സുകൾ കുമളിയിലേക്കുണ്ട്. അപ്പോ അത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള UDF പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി പാലിച്ചുകൊണ്ട് സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതി അത് ഒരു നിബന്ധനകളുമില്ലാതെ മുഴുവൻ വനിതകൾക്കും യാഥാർത്ഥ്യമാക്കിയത് ഈ ഗവൺമെന്റാണ്. അതോടൊപ്പം തന്നെ ഒരു ഇരട്ടി മധുരം കൂടിയുണ്ട്. മുഖ്യമന്ത്രി അന്ന് സംസ്ഥാനത്തിൽ ഉദ്ഘാടനം ചെയ്ത ആ വാഹനത്തിന്റെ സാരഥിയായിരുന്നത് പെരുമ്പാവൂരിൽ നിന്നുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരിയായിരുന്നു എന്നത് എനിക്ക് വളരെ അഭിമാനം നൽകുന്ന കാര്യം കൂടിയാണ്. പ്രിയമുള്ള അതുപോലെ തന്നെ സാർ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ. സൗജന്യ യാത്രയുടെ കാര്യത്തിൽ ഇവരിങ്ങനെ ആക്ഷേപം പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഇവരിങ്ങനെ കള്ളപ്രചരണങ്ങളുമായി കടന്നു വന്നല്ലോ. ഈ ഗവൺമെന്റ് വയോജന ക്ഷേമ വകുപ്പ് രൂപീകരിക്കുമെന്ന് പറഞ്ഞു. ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനമെടുത്ത് വയോജന ക്ഷേമ വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ചു. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് രക്ഷകർത്താക്കൾ ജീവിതത്തിന്റെ സായന്തനത്തിൽ വീടിന്റെ 4 ചുവരുകളിൽ കഴിഞ്ഞു പോകേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. മക്കളാൽ പുറന്തള്ളപ്പെട്ടു പോകുന്ന, മക്കളാൽ അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരുപാട് രക്ഷകർത്താക്കൾ. ആ രക്ഷകർത്താക്കളെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് കരുതലാകാൻ, അവർക്ക് സാന്നിധ്യമാകാൻ, സാമീപ്യമാകാൻ ഒരു ഗവൺമെന്റ് ഉണ്ട് എന്ന് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിൽ വയോജന ക്ഷേമ വകുപ്പ് UDFന്റെ ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. സാർ, 1 ലക്ഷത്തിലധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് പെരുമ്പാവൂർ. ആ പെരുമ്പാവൂരിൽ ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്, അനന്തമായിട്ടുള്ള ഒരുപാട് സാധ്യതകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ലഹരിക്കെതിരായിട്ടുള്ള വ്യാപനം നടക്കുമ്പോഴും അവിടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വലിയ കുടിയേറ്റം ഉണ്ടാകുമ്പോഴും പെരുമ്പാവൂർ എന്ന് പറയുന്ന പ്രദേശം വലിയ സാധ്യതയുള്ള സ്ഥലമാണ്. തടി വ്യവസായത്തിന്റെ, അരി വ്യവസായത്തിന്റെ, പ്ലാസ്റ്റിക് ഉൾപ്പെടെ, അതുപോലെ സ്റ്റീൽ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള ഒരുപാട് ഫർണിച്ചർ വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു നാട്ടിൽ അനന്തമായിട്ടുള്ള സാധ്യതയുള്ള പെരുമ്പാവൂരിന് വേണ്ടി നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയും ഏത് വകുപ്പിനും ഓരോ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്ന ഭൗതികമായിട്ടുള്ള സാഹചര്യമുള്ള ഒരു നാട് കൂടിയാണ് പെരുമ്പാവൂർ. ആ നാട്ടിലേക്ക് നിരവധിയായിട്ടുള്ള വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ചുമതലക്കാരനായി സേവനം ചെയ്ത ഒരാൾ കൂടിയാണ്. എല്ലാ കഴിഞ്ഞ 10 വർഷക്കാലമായി സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞാൻ ബഡ്ജറ്റ് ലൈവായി കാണുന്ന ഒരാൾ കൂടിയാണ്. ഈ ഗവൺമെന്റ് ബഡ്ജറ്റിൽ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് കരുതി വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ടുകൊണ്ട് മുന്നോട്ട് പോയ ഒരാൾ കൂടിയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലവും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ ആ ബഡ്ജറ്റ് കഴിഞ്ഞ് നിരാശയോട് കൂടി മാത്രം ബഡ്ജറ്റിനെ നോക്കിക്കണ്ട ഒരാളെന്ന നിലയിൽ ഞാൻ ഈ പുതിയ ഗവൺമെന്റ് UDF ഗവൺമെന്റ് ബഡ്ജറ്റ് മുഖ്യമന്ത്രി അവതരിപ്പിക്കുമ്പോൾ ഈ സഭയിൽ ഇരുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ അഭിമാനമുണ്ടായി. കാരണം 10 വർഷക്കാലത്തെ വഞ്ചനയുടെ, നിരാശയുടെ ഒരു ബഡ്ജറ്റ് മാറി കേരളത്തിൽ പ്രതീക്ഷയോടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി ഈ നാട് നൽകുന്ന വലിയ പ്രതീക്ഷ, ഒരു പുതിയ യുഗത്തിലേക്കുള്ള ഒരു നാന്ദിയായി ഈ ബഡ്ജറ്റ് മാറുന്നു എന്നുള്ളത് വലിയ അഭിമാനമായി കാണുകയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്, കേരളത്തിന് ആപാലം വരുന്ന ജനങ്ങൾക്കുമുള്ള പ്രതീക്ഷയാകുന്ന ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച ജനകീയ ബഡ്ജറ്റിനെ പരിപൂർണമായി പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.